നൂഡിൽസ് വെച്ചുകൊണ്ട് പലതരത്തിൽ നമ്മൾ ഓരോ റെസിപ്പികൾ ഉണ്ടാക്കാറില്ലേ. അപ്പൊ ഇന്ന് നമുക്ക് നൂഡിൽസ് വെച്ചുകൊണ്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കാം കേട്ടോ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഹായ്, എല്ലാവർക്കും മോംസ് കിച്ചൺ ആൻഡ് ഫാൽമി വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ കയ്യില് ഇപ്പൊ മാഗി നൂഡിൽസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ മാഗി നൂഡിൽസ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് നൂഡിൽസാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ നൂഡിൽസ് എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് കൈ വെച്ച് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നൂഡിൽസ് കൈവച്ചൊന്ന് ഇതേപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ച് ഇതെടുക്കാം. വേവിച്ച് വെള്ളം ഊറ്റി സാധനം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു തക്കാളി, ഒരു സവാള, 2-3 പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് എഗ്ഗ് വേണം കേട്ടോ. ഞാനിവിടെ ഒരു 6 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാലയ്ക്കായിട്ട് നമ്മുടെ മാഗി നൂഡിൽസിന്റെ അകത്തുള്ള ആ പാക്കറ്റ് തന്നെയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ നൂഡിൽസിലോട്ട് നമുക്ക് സവാളയും പിന്നെ അതുപോലെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഈ മസാല ഇടുന്നതിന് മുമ്പ് മിക്സ് ചെയ്യാൻ പറഞ്ഞത് എല്ലായിടത്തേക്കും ഈ സവാളയും ഒനിയനും പച്ചമുളകും ഒക്കെ എത്താൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്ക് ഈ 3 പാക്കറ്റ് മാഗിയുടെ അകത്തുള്ള മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നൂഡിൽസിന്റെ മസാല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാല ചേർക്കാം കേട്ടോ. അപ്പോൾ ആ ഫ്ലേവർ നമുക്ക് കിട്ടുമല്ലോ. ഞാൻ എടുത്തിരിക്കുന്ന ഹോട്ട് സ്പൈസി ആയതുകൊണ്ടായിട്ട് ഞാൻ വേറെ മസാല ചേർക്കാത്തത്. അല്ലാത്ത നേരത്തൊക്കെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ അഡീഷണൽ ആയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നമ്മൾ എടുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗില്ലേ അതുകൂടി പൊട്ടിച്ചു വയ്ക്കാം. ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്ക് പൊട്ടിച്ചു വയ്ക്കാം. ഈ എഗ്ഗ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിവിടെ സാൾട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മുടെ ഈ മസാലയിൽ തന്നെ നല്ല ഉപ്പുള്ളതാണ്. ഇനി ഉപ്പ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളുടെ ആവശ്യത്തിന് അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം കേട്ടോ. ഒരു ദോശച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബാറ്ററി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ പയ്യെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നികത്തി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റ് ആവുമ്പോഴേക്കും അടിയൊന്ന് സെറ്റായി വരാനോ ഒന്ന് വെന്ത് കിട്ടുന്ന ആ സമയം മതി കേട്ടോ. അതിനുശേഷം നമുക്ക് സാധാരണ മറിച്ചിടുന്ന പോലെ തന്നെ നമുക്കത് തിരിച്ചിടാം. നൂഡിൽസ് എഗ് അപ്പം കേട്ടോ ഇവിടുത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ മക്കളൊക്കെ ഇടനേരങ്ങളിൽ ചോദിക്കില്ലേ നൂഡിൽസ് ഉണ്ടാക്കി തരാനൊക്കെ നമ്മുടെ അടുത്ത് പറയില്ല. അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നൂഡിൽസ് വേവിക്കാതെ നമുക്ക് അതിലോട്ട് വേണമെങ്കിലും ഇതേപോലെ തന്നെ മുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അപ്പം ചുട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ 6 എഗ്ഗ് നൂഡിൽസ് അപ്പം ഉണ്ടാക്കിയായിരുന്നു. ഇപ്പൊ നിങ്ങളത് ഷേപ്പിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു അപ്പത്തിന്റെ ഷേപ്പിലൊക്കെ ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കി ആക്കിയെടുക്കാം. ഞാൻ അങ്ങനെ ഇട്ട് സ്പൂൺ വെച്ച് ഇങ്ങനെ ആക്കിയപ്പോൾ ഈ ഒരു ഷേപ്പിൽ വന്നു എന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിത് നല്ല എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ 4 മണിക്കൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറയില്ലേ, ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഒത്തിരി പേര് ചിലപ്പോൾ നൂഡിൽസ് എഗ് ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇത് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തതാട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.